അവന്മാരെ ഇനി കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും സർ. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലെ 1-2 പേരുണ്ട്. ഗുണ്ടാ ലിസ്റ്റിലുള്ള ചില നൊട്ടോറിയസ് ക്രിമിനൽസ്. ഒപ്പം വേറെയും ചിലരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആവശ്യമെങ്കിൽ ഒരു തിരിച്ചറിയൽ പരേഡ് നമുക്ക് വേണ്ടിവരും. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ശരി സർ. എന്തായാലും താൻ റെസ്റ്റ് എടുത്തോളൂ. സ്റ്റേറ്റ്മെന്റ് എടുക്കൽ കഴിഞ്ഞ സാഹചര്യത്തില് ഇനി നമുക്ക് അന്വേഷണം ഊർജിതമാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കേ. നന്ദൻ സാർ വന്ന മൊഴിയൊക്കെ എടുത്തു അല്ലേ? അമ്പാടി സ്റ്റേബിൾ ആയെന്ന് ഡോക്ടർ അറിയിച്ച പാടെ ഞങ്ങൾ ഇങ്ങ് പോന്നു. സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മാത്രമല്ലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പിന്നെ നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. സർ. ആംബുലൻസിൽ ഇവിടെ നിന്നും കൊണ്ടുപോയത് തക്കല സ്വദേശി നസീമയുടെ ബോഡി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ദാറ്റ് മീൻസ് പത്മയുടെ കാര്യത്തില് ഇപ്പോഴും നമുക്കൊരു ഹോപ്പുണ്ട് എന്നാണ്. കേട്ടോടാ നീ? അതെ, നിങ്ങൾ വരുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്ന പാടെ അമ്പാടിയോട് അക്കാര്യം ഞാൻ പറഞ്ഞു. പാവത്തിനൊരല്പം ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട. അപ്പൊ സർ, നസീമ? അതിന്റെ കാര്യം അല്പം കഷ്ടമാ. ഈ നസീമ തക്കരയിലുള്ള പെൺകൊച്ച. അതിനെ കെട്ടിച്ചു വിട്ടത് നാഗർകോവിലിനടുത്ത് പാർവതിപുരത്തേക്കും. ഭർത്താവ് സൗദിയില. സ്ത്രീധനത്തിന്റെയും സംശയത്തിന്റെയും പേരില് ഭർത്താവിന്റെ വീട്ടുകാര് ആ കൊച്ചിനെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. ഒടുവിൽ സഹിക്കാൻ വയ്യാതായപ്പോ ആ കൊച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ട്രെയിനിന് മുന്നിൽ പോയി ചാടി. ആത്മഹത്യാക്കുറിപ്പ് വൈകിയാണ് ലഭിച്ചത്. അപ്പോഴാണ് കാര്യങ്ങളുടെ ഉള്ളുകള്ളി മനസ്സിലായത്. കഷ്ടായിപ്പോയി. അമ്പാടി തക്കല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പത്മയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് നസീമയുടെ കേസും അവിടെ റിപ്പോർട്ടാവുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെയുള്ള സാറന്മാർ അത് പത്മയാണെന്നങ്ങ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ പൊല്ലാപ്പുകളാ നമ്മളിപ്പോ ഈ കണ്ടതും കേട്ടതും ഒക്കെ. ഏതായാലും മരിച്ചത് പത്മയല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ആശ്വാസമായി സർ. പക്ഷേ ഇപ്പൊ കിട്ടിയ ബോഡി പത്മയുടേതല്ലാന്ന് സ്ഥിരീകരിക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ.